ഏതൊരു നാട്ടിലും അയൽവാസികൾ തമ്മിൽ പ്രശ്നമുണ്ടാകാറുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം അതിർത്തിയിലുള്ള പ്രശ്നമായിരിക്കും. എന്റെ അതിരിലുള്ള സ്ഥലം നേരത്തെ എന്റേതായിരുന്നു, അതിപ്പോ അവന്റേതിലേക്ക് കൂട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ നാട്ടിൽ തന്നെ എത്രയോ അയൽവാസികൾ ഇങ്ങനെ പ്രശ്നത്തിൽ നിൽക്കുന്നവരെ എനിക്കറിയാം. പലതും നമ്മൾ ഇടപെടുമ്പോ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകും ചിലപ്പോ, അല്ലെങ്കിൽ ചിലപ്പോ അത് രമ്യമായി പരിഹരിക്കാൻ കഴിയും. പല രൂപത്തിലുണ്ട്. പൊട്ടിത്തെറിയിലേക്ക് പോകുന്നത് ഇടപെടാതെ ഇരിക്കലായിരിക്കും ഉചിതം എന്ന് കരുതി പലതും മാറ്റിവെക്കേണ്ടി വരാറുണ്ട്. ഞാൻ പറയുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചാൺ ഭൂമി അല്ലെങ്കിൽ ഒരു ഇഞ്ച് ഭൂമി അന്യായമായി അനീതിയായി നീ ആരുടേതെങ്കിലും അയൽവാസിയുടേതാണെങ്കിലും അല്ലാതെ എവിടെ നിന്നാണെങ്കിലും ഒരു ചാൺ ഭൂമി ഒരു ഇഞ്ച് ഭൂമി നീ നിന്റേതാക്കി വെച്ചാൽ മിൻ സബഈന അർദ് മിൻ അസ്സബഇൽ അർദീൻ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ ഒരു ചാൺ ഭൂമി അതിന്റെ മുകൾ ഭാഗം മുതൽ 7-ാം ഭൂമി വരെ താഴേക്കുള്ള ഭാഗങ്ങളെല്ലാം കൂടി നിനക്കൊരു മാലയായിട്ട് ഖിയാമത്ത് നാളിൽ നീ വരുമ്പോൾ നിന്റെ കഴുത്തിലുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എടുക്കുകയാണെങ്കിൽ കുറച്ചെടുത്താൽ മതി, മാല താങ്ങാൻ കഴിയൂല. വലിയ അപകടം പിടിച്ച കളവാണ് ഈ ഭൂമി കക്കുക എന്നുള്ളത്. നീതിയാണ് എല്ലാത്തിന്റെയും മാനദണ്ഡമായിട്ട് നാം കാണേണ്ടത്. നീതി അനീതി എപ്പോഴും നമ്മൾ കേൾക്കുന്ന രണ്ട് പദങ്ങളാണ്. വ്യക്തമായ രൂപത്തിൽ എന്താണോ അവിടെ വേണ്ടത് അതാണ് നീതി. അതല്ലാത്തതാണോ ചെയ്യുന്നത് അത് അനീതിയാണ്, അത് അക്രമമാണ്. അനീതി ചെയ്യുന്നവർക്ക് ഇപ്പൊ ചിലപ്പോ നമ്മുടെ അയൽവാസി പാവപ്പെട്ടവരായിരിക്കും, നമുക്ക് കയ്യൂക്കുണ്ടാവും, ചിലപ്പോ വാചാലമായി സംസാരിക്കാനുള്ള നാവുണ്ടാകും, ആരോഗ്യം ഉണ്ടാകും, സ്വാധീനം ഉണ്ടാകും. ഇതൊക്കെ ഉപയോഗപ്പെടുത്തി അയൽവാസിയുടെ ഭൂമി അല്പമാണെങ്കിലും അത് തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അവന് പാവായതുകൊണ്ടൊന്നും മിണ്ടാൻ കഴിയില്ല. മിണ്ടിയാൽ തന്നെ അവന് ജയിക്കാനും പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നീ ഈ എടുക്കുന്ന നിന്റെ സ്വാധീനം ഉപയോഗിച്ച് അല്ലെങ്കിൽ നിന്റെ കഴിവുകൾ ഉപയോഗിച്ച് നിന്റെ ഈ ദുനിയാവിലുള്ള പ്രസരിപ്പ് ഉപയോഗിച്ച് മറ്റുള്ളവരുടേത് നീ തട്ടിയെടുത്താൽ അത് അനീതിയാണ്. ആ അനീതി മറ്റവൻ വളരെ മദ്ലൂമായി ആക്രമിക്കപ്പെട്ടവനായിട്ട് സാധുവായിട്ട് അത് ഏറ്റുവാങ്ങുകയാണ്. ആ സമയത്ത് അവന്റെ മനസ്സിൽ വരുന്ന ഒരു ദുആയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മദ്ലൂമിന്റെ പ്രാർത്ഥന അത് ഭൂമിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിലാണെങ്കിലും നമ്മൾ ഒരാളോട് അനീതി ചെയ്താൽ, ഒരാളോട് അക്രമമായി നീതിയല്ലാത്ത രൂപത്തിൽ പെരുമാറിയാൽ അവന്റെ മനസ്സിൽ ഉയരുന്ന ദുആ മഖ്ബൂലുൻ ഇൻദല്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ അടുക്കൽ ഉത്തരമുള്ള ദുആയാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, മക്കളോട് വരെ അനീതി ഉണ്ടാകാൻ പാടില്ല, മക്കളോട് വരെ വിവേചനം ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു നമ്മളൊക്കെ കേട്ട ഒരു സ്വഹാബിയാണ്. നുഅ്മാൻ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാകുമ്പോ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ബശീർ എന്ന ഭർത്താവിനോട് പറഞ്ഞു, എന്റെ മോൻ നുഅ്മാൻ, രണ്ടാളി മോനാണ് എന്നാലും അങ്ങനെ പറയല്ലോ, എന്റെ മോൻ നുഅ്മാന് നിങ്ങളുടെ സമ്പത്ത് കുറെ ഉണ്ടല്ലോ, ആ സമ്പത്തിൽ നിന്ന് അല്പം നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കണം. അപ്പോ വാപ്പ, ഭർത്താവ്, കുട്ടിയുടെ വാപ്പ, ഉമ്മയുടെ ഭർത്താവ് ബഷീർ എന്നവർ പറഞ്ഞു, അതിനെന്താ കൊടുക്കാലോ. അപ്പൊ സമ്പത്തിന്റെ വലിയൊരു ഭാഗം കുട്ടിക്ക് കൊടുത്തു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മാസങ്ങൾ കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്ക്
ബഷീർ എന്ന വാപ്പ നൗമാൻ എന്ന കുട്ടിയുടെ കയ്യും പിടിച്ചു വരികയാണ്. എന്താണ് ആവശ്യം? ഈ ഉമ്മ പറഞ്ഞു, ഒരു വർഷത്തിന് ശേഷം ഭർത്താവിനോട്, നിങ്ങൾ എന്റെ മകൻ നൗമാന് നിങ്ങളുടെ സമ്പത്തിന്റെ കുറച്ചു ഭാഗം ഫ്രീ ആയിട്ട് നൽകിയിട്ടുണ്ട്, പക്ഷേ അതിനാരും സാക്ഷികളില്ല. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിന് സാക്ഷിയാക്കണം, എന്നാലേ എനിക്ക് മനസ്സിനൊരു റാഹത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഈ മകനെയും വാപ്പയെയും പറഞ്ഞയച്ചതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ എന്റെ ഭാര്യയുടെ ആവശ്യപ്രകാരം കുറച്ച് സ്വത്ത് നൗമാന് കൊടുത്തിരുന്നു, അതിന് നിങ്ങൾ സാക്ഷിയാകണം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അലക വലദുൻ ആഖർ, നിനക്ക് വേറെ കുട്ടികളുണ്ടോ? വേറെ മക്കളുണ്ടോ? നൗമാനല്ലാത്ത മറ്റു മക്കളുണ്ടോ? ബഷീറിന്റെ മറുപടി, അതെ, എനിക്ക് നൗമാനല്ലാത്ത മക്കളുണ്ട്. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നീ അവർക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ? ബഷീർ പറഞ്ഞു, കൊടുത്തിട്ടില്ല, നൗമാന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയസുറുക, നിനക്ക് സന്തോഷമുണ്ടാകുമോ നിന്റെ മക്കൾ നിന്നോട് നന്മ ചെയ്യുമ്പോ വിവേചനപരമായി പെരുമാറുന്നത് നിനക്ക് ഇഷ്ടമുണ്ടാകുമോ, സന്തോഷിപ്പിക്കുമോ നിന്നെ? ഒരു മകൻ നിന്നോട് നല്ല രൂപത്തിൽ പെരുമാറുന്നു, മറ്റൊരു മകൻ വളരെ മോശം രൂപത്തിൽ പെരുമാറുന്നു, മക്കളൊക്കെ പല രൂപത്തിൽ വാപ്പയായ പിതാവായ നിന്നോട് പെരുമാറുന്നത് നിനക്ക് ഇഷ്ടപ്പെടുമോ? ബഷീർ പറഞ്ഞു, ഇല്ല നബിയേ, ഇല്ല, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഈ അനീതിക്ക് സാക്ഷി നിൽക്കാൻ എന്നെ കിട്ടില്ല. നീ ഫശ്ഹദ് ബിഗൈരി, മറ്റാരെങ്കിലും നോക്കിക്കോ ഇതിന് സാക്ഷി നിൽക്കാൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾക്കിടയിൽ വിവേചനം കാണിച്ചപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൂട്ടുനിന്നില്ല. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നീതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നീതിയുടെ കൂടെ ആയിരിക്കണം നമ്മൾ എപ്പോഴും. അനീതിയുടെ ഭാഗത്ത് നമ്മുടെ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കഴിവുകൾ ഉപയോഗിച്ച് അനീതിപരമായിട്ട് നമ്മളുടെ എതിർപക്ഷത്ത് ഒരാളുണ്ടെങ്കിൽ അയാളുടെ പ്രാർത്ഥന നമ്മൾ ഭയപ്പെടണം. ചിലപ്പോൾ ദുനിയാവിൽ നിന്ന് അത് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. ആഖിറത്തിലെത്തുമ്പോ പലരുടെയും പാപങ്ങളുടെ ദുആ നമുക്കെതിരായിട്ട് അവിടെ സാക്ഷി പറയുന്ന ഒരു ദിവസം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അയൽവാസികളുടെ ഒരു തുണ്ട് ഭൂമി അനീതിയായിട്ട് നമ്മൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭൂമി നമുക്ക് നരകം മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒന്നും നമുക്ക് നേടാൻ കഴിയില്ല. അതുകൊണ്ട് തിരിച്ചു കൊടുക്കുക തന്നെ വേണം, എന്നിട്ട് ആ ബന്ധം പുനഃസ്ഥാപിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നീതിയുടെ പക്ഷത്ത് എല്ലാ കാര്യത്തിലും നിൽക്കാനും നീതിക്ക് വേണ്ടി ശബ്ദിക്കാനും നീതിയോടുകൂടെ ജീവിക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ.